നിന്റെ മകളായിട്ട് തീർച്ചയാണ്. അപ്പൊ എന്താണെങ്കില് നമ്മൾ പൈസ അധികാരമുണ്ട്. ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന പൈസ അധികാരം നമുക്ക് ഉണ്ടായിരിക്കും. അത് വിട്ടത് ഇത്രയുള്ളത് എല്ലാ മനുഷ്യർക്കും ചെയ്യാവുന്ന ഏക കാര്യം ജീവിതത്തിൽ എളുപ്പമുണ്ട്. എന്താ പറയുന്നറിയോ? ദൈവമേ ഞാൻ പാപിയാണ്, എന്റെ പാപം ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടി നീ എനിക്ക് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ മകളാക്കി. ഈ 4 വാചകം പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. ദൈവമേ ഞാൻ പാപിയാണ്, എന്റെ പാപം ക്ഷമിക്കണമേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ശക്തമായി നിന്റെ മകളാക്കി എന്നെ തീർക്കണമേ. ഇത്രയുള്ളോ? അപ്പൊ നാം രക്ഷിക്കപ്പെട്ടു, നമ്മുടെ പാപം ക്ഷമിച്ചു തന്നെയും ഒരു ഇതാണ് അമ്മന്റെ മക്കളുടെ ഒരു കടമയാണ് ചോദിക്കുന്നത്. പ്ലീസ് ഇതുകൊണ്ട് ശക്തമായി അമ്മ ഉള്ളിൽ ചുമ്മാ വായിൽ പറയണ്ടല്ല, ഹൃദയത്തിൽ അമ്മ തൊട്ട് പറയണം, എനിക്ക് വേറെ ഒരു ദൈവമില്ല, എന്നെ രക്ഷിച്ച് ദൈവം മാത്രമാണ്, ഞാൻ പാവിയെന്ന്. ഞാനിപ്പോ ദൈവത്തിന് ആ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തി ആ ദൈവത്തിനായി വിശ്വസിക്കുന്നു ഇത് ദൈവത്തിന്റെ ഒരു സെർവന്റ് ഉണ്ട്, ഒരു വേലക്കാരന് മുമ്പിൽ വെച്ച് ഞാൻ പറയുന്നു. അങ്ങനെ പെട്ട ഒരു പ്രാർത്ഥിക്കുന്നു. 4 കാര്യം. ഒന്ന് എന്താ പറയുക? ഒന്ന് ഞാനൊരു പാപിയാണ്, എന്റെ പാപം ക്ഷമിക്കണം, നീ എനിക്ക് വേണ്ടി കാലുകളെ കുറിച്ച് മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു, എന്റെ മകളാക്കി തീർക്കണം. 4 കാര്യങ്ങൾ പറഞ്ഞാൽ അത് പറഞ്ഞ ഭംഗിയായിട്ട് അടുക്കുന്ന എല്ലാം കൂടി ജീവിക്കുമ്പോൾ നീ ഞങ്ങളെ നിന്റെ മക്കളാക്കി തീർക്കുന്നതിലേക്ക് സ്തോത്രം. പ്രിയ മകനിന്റെ കർത്താവെ മകളാക്കി തീർക്കുന്നതിലേക്ക് സ്തോത്രം. ജീവപുസ്തകങ്ങളുടെ മകളുടെ പേരെഴുതിയിരിക്കാൻ സ്തോത്രം. കർത്താവെ മനസ്സോടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം സ്വർഗം അംഗീകരിക്കാൻ സ്തോത്രം. കർത്താവെ സ്വന്തം ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചത് സകലം ദൈവത്തിലേക്ക് പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാവിനെ ഏൽപ്പിക്കുന്നു. ദോഷം വരാൻ സൂക്ഷിക്കുമാണ്, ആപത്തിൽ മുടിവിക്കുമാണ്. ഇന്ന് പോലെ കർത്താവെ ഓപ്പറേഷൻ കടന്നു പോകുമ്പോൾ ഒരു ദോഷം കർത്താവെ സൂക്ഷിക്കുവാനാണ്. എല്ലാം നിന്റെ പ്രയാസം നടത്താൻ സഹായിക്കുവാനാണ്. കർത്താവിനെ വീട്ടിലേക്ക് സ്തോത്രം. കർത്താവെ കാലമായി കൊടുത്ത മക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിക്കുമാണ്. മാനമോത്ത് കർത്താവിനെ ഏറ്റവും തന്നെ. ഇനി ധൈര്യത്തിൽ കിടക്കുക. നമ്മൾ പാപം ക്ഷമിച്ചു, നമ്മൾ ദൈവത്തെ അംഗീകരിച്ചു, ക്രൂശിലേക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചു. സ്നാനം പിന്നെ അത് സ്നാനം നിർബന്ധമല്ല, ദൈവത്തെ രക്ഷിതാവ് സ്വീകരിക്കുന്നത്. ദൈവത്തെ എടുക്കണം. ഇപ്പൊ നമ്മുടെ ഭംഗിയായിട്ട് എടുക്കാം. എന്റെ ഭാര്യ ദൈവത്തെ കണ്ടവരാരല്ലോ എന്തോരം വിഷമങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ദൈവത്തിന്. മദർ മേരി അവരല്ല, ജീസസ് മരിച്ചു. മദർ മേരി നമുക്ക് വേണ്ടി മരിച്ചില്ലേ ജീസസ്. ആ ജീസസിനെ മാത്രം നമ്മൾ വിശ്വസിക്കണം പറഞ്ഞിട്ട് ഒരു ബൈബിൾ ഒരു വാക്യമുണ്ട്. അത് വായിച്ചാൽ മാത്രം ആ പറഞ്ഞ് നമ്മുടെ വായിലും ഹൃദയത്തിൽ പറഞ്ഞാൽ മാത്രം നമ്മൾ സ്വർഗത്തിൽ എത്തുള്ളൂ എന്ന് ഒരു ശക്തമായി പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ഈ ജീസസിന്റെ പെറ്റ മാതാവിന്റെ ഒരു ശക്തി ഇല്ലേ? ശക്തി ഇല്ല അമ്മ. അതിന്റെ ശക്തി എനിക്ക് തോന്നുന്നു, എനിക്കുള്ളത്. എനിക്ക് മാതാവിന്റെ ശക്തി അധികം എനിക്കുണ്ട്. എനിക്ക് കണ്ടുട്ടേരും വേണം. ഞാൻ മാതാവിന് വിടില്ല, കർത്താവിന് വിടില്ല. ശരി അമ്മ, ഇതിപ്പോ പ്രാർത്ഥിച്ചില്ലേ? എല്ലാം ശരിയാവും. ഇവിടെ എങ്ങനെ വേദനയുണ്ട് അമ്മയ്ക്ക്? लोग नहीं, हम सब में रात्रि एक पूछते ना, हम इधर बेल लेना डिस्टर्ब नहीं, नहीं है, मतलब कल में समय इन रात ये